ഓം ശാന്തി. ഞാൻ ശാന്തമായിരിക്കുന്നു. എൻ്റെ ശ്രദ്ധ ഞാൻ എൻ്റെ ആന്തരിക ലോകത്തേക്ക് കേന്ദ്രീകരിക്കുന്നു. ഞാൻ ഈ ദേഹമല്ല, ഈ ശരീരത്തെ നടത്തിക്കുന്ന ചൈതന്യ ആത്മാവാണ്. ഞാൻ മസ്തക മധ്യത്തിൽ ഒരു ദിവ്യ ജ്യോതി ബിന്ദുവിൻ്റെ രൂപത്തിൽ തിളങ്ങുകയാണ്. ഞാൻ ചൈതന്യമാണ്, ശാന്തമാണ്, പവിത്രമാണ്. മനസ്സിൽ മുഴുവൻ സർവശക്തിവാൻ ശിവബാബയുടെ ഓർമ്മയാണ്. ബാബയുടെ ഓർമ്മയിൽ ഞാൻ ആത്മാ ശരീരത്തിൽ നിന്നും വേർപെട്ട് മുകളിലേക്ക് പറക്കുകയാണ്. ഞാൻ മൂലവതനത്തിലെത്തുന്നു. ബ്രഹ്മലോകം പരം ശാന്തിയുടെ, പരം പവിത്രതയുടെ സ്ഥാനമാണ്. ഇവിടെ പരംപിത ശിവപരമാത്മാ വിരാജമാനായിരിക്കുന്നു. അസീമമായ ശാന്തിയുടെയും ശക്തിയുടെയും സാഗരമാണ്. സർവശക്തിവാൻ ശിവബാബ പരമഭാവനമാണ്. ഞാൻ ആത്മാ സ്നേഹത്തോടെ ശിവബാബയുടെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ബാബയുടെ പവിത്രതയുടെ ശക്തിയുടെ കിരണങ്ങൾ ഞാൻ ആത്മാവിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കിരണങ്ങളിൽ ശുദ്ധീകരണ ശക്തിയുണ്ട്, ദിവ്യ അഗ്നിയുണ്ട്. ഞാൻ ആത്മാവിൽ ജന്മജന്മങ്ങളിലായി അടിഞ്ഞുകൂടി കിടക്കുന്ന വികാരങ്ങളുടെ അഴുക്ക് പതുക്കെ പതുക്കെ യോഗാഗ്നിയിൽ കത്തി നശിക്കുകയാണ്. മനസ്സ് ശുദ്ധമാകുകയാണ്. ബുദ്ധി സ്വച്ഛമായി കൊണ്ടിരിക്കുന്നു. സംസ്കാരം ദിവ്യമാകുന്നു. സർവശക്തിവാൻ പരമാത്മാ ശിവബാബയുടെ പവിത്രതയുടെ ശക്തിയാൽ ഞാൻ ആത്മാ പാവനമായിക്കൊണ്ടിരിക്കുന്നു. ബാബ എന്നിൽ പവിത്രതയും ദിവ്യതയും നിറച്ചു തരുന്നു. ഞാൻ അനുഭവം ചെയ്യുകയാണ്. ഞാൻ ആത്മാ സമ്പൂർണ്ണ ശുദ്ധമായിരിക്കുന്നു, സമ്പൂർണ്ണ പവിത്ര പാവനനായിരിക്കുന്നു. എൻ്റെ യഥാർത്ഥ രൂപം ജാഗ്രതമാകുകയാണ്. ഞാൻ ആത്മാ യോഗബലത്തിലൂടെ സത്തോ പ്രധാനമാകുന്നു. പവിത്രത, സുഖം, ശാന്തി, ശക്തി, പ്രേമം, ആനന്ദം ഇതിലെല്ലാം ഭർപൂറാകുന്നു. ഏതാനും നിമിഷങ്ങൾ ഞാൻ ഈ ദിവ്യാനുഭൂതിയിൽ
സ്ഥിതമാകുന്നു. ഇപ്പോൾ സാകാരവതനത്തിൽ എത്തിയാലും ബാബയോട് യോഗത്തിന്റെ കണക്ഷൻ ചേർത്ത് വെക്കുന്നു. ബാബ എന്നെ സദാ സുഖിയാക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ ബാബയെ ഓർമ്മിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ഉയർന്ന പദവി പ്രാപ്തി ചെയ്യാനുള്ള പുരുഷാർത്ഥം ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ബാബയുടേതായിരിക്കുന്നു. ബാബയുടെ മതമനുസരിച്ച് മുന്നേറുന്നു. ഞാൻ പുരുഷാർത്ഥം ചെയ്ത് ബാബയിൽ നിന്നും പൂർണ്ണമായ സമ്പത്തെടുക്കുകയാണ്. ദേഹാഭിമാനത്തിൽ വരുമ്പോൾ ബാബയെ മറന്ന് ദുഃഖമുണ്ടാകുന്നു. ഞാൻ ബാബയെ ഓർമ്മിച്ച് സുഖമെടുക്കുന്നു. ഞാൻ സ്വയം എൻ്റെ അവസ്ഥ നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്വർഗീയ സമ്പത്ത് നൽകുന്ന മധുരമായ ബാബയെ ഞാൻ എത്രത്തോളം ഓർമ്മിക്കുന്നു. ബാബയെ ഓർമ്മിക്കുന്നത് തന്നെയാണ് സഹജമായ രാജയോഗത്തിന്റെ ബലമെന്ന് പറയുന്നത്. ഞാനിപ്പോൾ പുരുഷാർത്ഥം ചെയ്ത് പ്രാലബ്ധം നേടിക്കൊണ്ടിരിക്കുന്നു. വിനാശം തൊട്ടു മുന്നിൽ നിൽക്കുകയാണ്. യോഗബലത്തിലൂടെ എല്ലാ പാപങ്ങളും ഭസ്മമാകുന്നു. ബാബ പറയുന്നു, മന്മനാഭവ. ബാബയെ ഓർമ്മിച്ച് വികർമ്മം വിനാശമാക്കി ഞാൻ ദേവതയായി മാറുന്നു. ബാബയെ മറന്നു എങ്കിൽ ഇന്ന് ചിരിച്ച് നാളെ കരയേണ്ടതായി വരും. മരണത്തിന് മുൻപ് ബാബയിൽ നിന്നും പൂർണ്ണമായ സമ്പത്തെടുക്കണം. ബാബ എല്ലാവരുടെയും സദ്ഗതി ദാതാവാണ്. ഓർമ്മയിലൂടെ ആത്മാവ് പാവനമായി മാറുന്നു. പൂജാരിയിൽ നിന്നും പൂജ്യനായി മാറുന്നു. ഞാൻ പ്രത്യക്ഷത്തിൽ ബാബയുടേതായി മാറി 21 ജന്മങ്ങളിലേക്കുള്ള സമ്പത്തെടുക്കുന്നു. ബാബയെ മറക്കുന്നതിലൂടെ തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഞാൻ ബാബയെ ഓർമ്മിച്ച് ശരീരം ഉപേക്ഷിക്കും. സന്തോഷത്തിലിരിക്കുന്നതിനു വേണ്ടി ഓർമ്മയുടെ പരിശ്രമം ചെയ്യുന്നു. ഓർമ്മയുടെ ബലം ആത്മാവിനെ സദോപ്രധാനമാക്കി മാറ്റുന്നു. സ്നേഹത്തോടുകൂടി ഞാൻ ഒരു ബാബയെ മാത്രം ഓർമ്മിക്കുന്നു. ഉയർന്ന പദവി പ്രാപ്തമാക്കാൻ പഠിപ്പിൽ പൂർണ്ണമായ ശ്രദ്ധ നൽകുന്നു. ഭാഗ്യത്തിലുണ്ടെങ്കിൽ ലഭിക്കുമെന്ന് ചിന്തിക്കില്ല. തെറ്റുകൾ ഉപേക്ഷിച്ച് പൂർണ്ണ സമ്പത്തിൻ്റെയും അധികാരിയാകണം. ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. പരിധിയുള്ള ഉത്തരവാദിത്വങ്ങളെ പരിധിയില്ലാത്തതിലേക്ക് പരിവർത്തനം ചെയ്യുന്ന സ്മൃതി സ്വരൂപമാകുന്നു. നഷ്ടോമോഹരുമാകുന്നു. പരിധിയില്ലാത്ത
ഉത്തരവാദിത്വം നിറവേറ്റിയാൽ പരിധിയിലുള്ളവ താനെ പൂർത്തീകരിക്കപ്പെടും. പരിധിയുള്ള ഉത്തരവാദിത്വം മോഹമുത്പന്നമാക്കുന്നു. അതിനാൽ തന്റെ സ്മൃതി സ്വരൂപത്തെ പരിവർത്തനം ചെയ്ത് ഞാൻ നഷ്ടമോഹയാകുന്നു. പ്രശ്നങ്ങളാകുന്ന മേഘങ്ങളെ മറികടക്കുന്ന വിധത്തിൽ അത്രയും തീവ്രശക്തി നിറക്കുന്നു. ബാബ സൂചന നൽകുന്നു. പരസ്പര വിശ്വാസവും ഐക്യവുമുണ്ടെങ്കിൽ അവിടെ സഫലത കഴുത്തിലെ മാലയാണ്. ഓരോരുത്തരും അവരവരെ പരിവർത്തനം ചെയ്യൂ. ഐക്യം നിലനിർത്തൂ. ഓം ശാന്തി.